അതിൻ്റെ ഇടയ്ക്ക് അവിടെ തിരിക്കാറായോ? മാലും നെയ് മലത്തി അടിക്കാറാ, എടുത്ത് മലത്തി അടിക്കാറായോന്ന്. ആ സോഫ്റ്റ് ഫ്ലഷ് ആണല്ലോ ഇതിന്റെ. നല്ല സോഫ്റ്റ് ഫ്ലഷ് ആയിരിക്കും. എപ്പോഴും സോഫ്റ്റ് ഉള്ള മീനാണ്, എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് ഈ ടൈമിൽ നല്ല ഫാറ്റ് ഉണ്ടാവും അതിനുള്ളിൽ. ഫാറ്റ് നല്ല ഉണ്ടാവും ഈ ടൈമിൽ. ഈ തിരുതല് ഈ കാറ്റ് വീക്ഷണ കാലം തുടങ്ങി കഴിഞ്ഞാൽ നല്ല ഫാറ്റ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഫാറ്റ് ഒരു പിന്നെയും ഫ്ലെക്സിബിൾ ആക്കി തരും ഫിഷ്. നല്ല സോഫ്റ്റ് ആയി കിട്ടും. നല്ല സോഫ്റ്റ് ആയി കിട്ടും അല്ലേ? ഇപ്പൊ എന്തായി? ഇപ്പൊ ഇട്ട് വെച്ച ഭാഗം ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളൊന്നുകൂടെ തിരിച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാല് ഇതിന് ചില ഭാഗങ്ങള് ലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഫിഷിന്റെ ടൈല് അതുപോലുള്ള ഭാഗങ്ങൾ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഭാഗമുണ്ട്. അത് കൂടുതൽ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മറിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിക്കാൻ പോവാണ്, അല്ല മറിച്ചിടാൻ പോവാണ്. നല്ല മഴ പെയ്തു. കുക്കായിട്ടുണ്ട്. ഇത് ഏകദേശം നല്ല കുക്കായിട്ടുണ്ട്. ഞാനിനി ഒച്ചയിൽ സംസാരിച്ചില്ലെങ്കിൽ ഒന്നും കേൾക്കില്ല. അതാണ് ഇങ്ങനെ സംസാരിക്കണേ. നല്ല ഒച്ചയിൽ സംസാരിക്കണം. നമ്മളതൊന്നുകൂടി തിരിച്ചു വെക്കുന്നുണ്ട്. തിരിച്ചു വെക്കിയിട്ട് ഒരു ഇത്തിരി ലേശം ഓയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഇതിലേക്ക് ബട്ടറാണ് യൂസ് ചെയ്യുക. ബട്ടറാണ് ഓയിലല്ല, സോറി ബട്ടറാണ്. നമ്മൾ നന്നായിട്ട് ബട്ടറിനകത്ത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഇതിന് ആവശ്യമുള്ള ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും അത് കൊയിലയുടെ ഹീറ്റ് ഒന്നുകൂടി വരാനും ഈ ബട്ടർ ഉരുകിയിട്ട് അതിൽ തന്നെ വീഴണേ. അപ്പൊ ഫിഷിന് ഉണ്ടാവുന്ന സോഫ്റ്റ്നെസിന് വേണ്ടിയിട്ടും മസാലയുടെ സോഫ്റ്റ്നെസിന് വേണ്ടിയിട്ടും പിന്നെ ആ ചൂട് കൂടുതൽ വരാൻ വേണ്ടിയിട്ടും ഇതിന്റെ ഫ്യൂവൽ, ഈ കോള് കത്താനുള്ള ഫ്യൂവൽ നമ്മുടെ ഇതിൽ നിന്ന് ഉരുകി വീഴുന്ന ഓയിലും ബട്ടറും ബാക്കി എല്ലാ കാര്യങ്ങളുമാണ്. എന്തായാലും ഇനി ഒരു 5 മിനിറ്റ് ഉള്ളൂ. ഇത് രണ്ടും കൂടി നന്നായിട്ട് വെന്ത് നമ്മുടെ മുമ്പിലോട്ട് ഞാൻ കഴിക്കാതിരിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിലോട്ട് ഇക്ക തരും. ഇക്ക ഞാൻ എന്തായാലും ഉള്ളോട്ട് വെക്കോട്ടെ. അപ്പൊ ഇതങ്ങോട്ട് തന്നാൽ മതി. ഒരു 5 മിനിറ്റ് ഇപ്പൊ തന്നെ ആവും. അധികം ഇനി ആവാനില്ല, ഏകദേശം ആയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. ഞാനിപ്പോ ഉള്ളിൽ പോയി കഴിക്കും. എന്നിട്ട് പോകുമ്പോ ഞാൻ പറയാം അവിടെ പോയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ 2 സെമീറിക്കന്മാർ എൻ്റെ അടുത്തുണ്ട്, വലതുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്ക കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഹോട്ടലിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക്? നിങ്ങൾ എന്തായാലും നമ്മളെ ഫീഡ്ബാക്ക് തരും തീർച്ചയായിട്ടും. ഇത് കൂടാണ്ട് വേറെ ഏതെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ബ്രാഞ്ചസ്? നമ്മളിനി എന്തായാലും ഞങ്ങളൊരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ശരിക്കും. താങ്ക് യു. അപ്പോൾ നമ്മുടെ നാടൻ ഫ്രൈയും അറബിക് മസാല ഗ്രില്ലഡ്. അപ്പോൾ കൂടുതൽ നമ്മുടെ ഇത് ബ്രാഞ്ചസ് ഇനി ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ് ആക്കി അതൊരു ശൃംഖലയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കിടന്ന് പാടുപെടുന്നത് അല്ലേ? എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ടേസ്റ്റ് അറിയുന്നതല്ലേ നിങ്ങൾക്ക്. താങ്ക് യു. എനിക്കിപ്പോൾ പ്ലേറ്റ് കിട്ടി, ടിഷ്യൂവും കിട്ടി, വെള്ളവും കിട്ടി. നല്ല മഴ പെയ്തു, ചെറുതായിട്ട് തുറന്നേക്കാണ്. എങ്കിലും ഈ ഒരു തണുപ്പിൽ നല്ല ചൂടായിട്ട് കബാബല്ല നമ്മുടെ ഗ്രിൽഡും തവയും. ഇത് നമ്മുടെ തനി കേരള സ്പൈസി, ഇത് അറബിക്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അധികം വെയിറ്റ് ചെയ്യുന്നില്ല. ഏതിൽ തുടങ്ങണം? അറ്റാക്ക്. ഇപ്പോൾ ഏതിൽ നിന്ന് തുടങ്ങിയിട്ട് പറഞ്ഞോളൂ. ഞാൻ അതിൽ നിന്ന് തുടങ്ങാം. തവയിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ തവ
ഓൾറെഡി ഒരു പീസ് വെറുതെ അങ്ങ് മാറി നിൽപ്പുണ്ട് മുറിഞ്ഞ്. ഓക്കെ, അലുത്ത് തോന്നിക്കാറും അതിലൊരിക്കും. കേരള മസാല എന്ന് പറഞ്ഞത് തന്നെ കേരള മസാല. വെള്ളം കുടിക്കാം. നല്ല എരിവുണ്ട്, അത് തന്നെയാണല്ലോ കേരള മസാല. എരിവൊക്കെ വേണം. അതിൻ്റെ ആ സ്കിന്നൊക്കെ ശരിക്കും ഫ്രൈഡായിരുന്നു. അറബിക് മറ്റേ തൈരൊക്കെ ഒഴിച്ച ശരിക്കും ഓയിലൊക്കെ പോയാൽ ടൈറ്റ് ഇത് ഇത്തിരി കട്ടിയാവുമല്ലോ. ഇത് ഇതുപോലെയല്ല, ഒരു തരം ഡ്രൈഡാണ് അല്ലേ? ശരിക്കും ഉണങ്ങിയ ഒരു ഡ്രൈഡാണ്. മെയിനായിട്ട് ഗ്രില്ലിൻ്റെ അതിലിരിക്കുന്ന ആ തോലിലാണ് ശരിക്കും ആ മസാല അങ്ങ് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മീനൊക്കെ എടുക്കുന്ന അവിടെ നിന്നാ? ഞങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്ന് അതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെ വരാപ്പുഴയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഫ്രഷ് വാട്ടർ ഫിഷൊക്കെ വരാപ്പുഴയിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് തന്നെ കൂടുതൽ. എന്തായാലും കൊള്ളാം, കാരണം ഒരു ഫ്രഷ് ആണ്, അല്ലെങ്കിൽ ഇത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല. ഐസ് ഇട്ടിട്ട് മാത്രം വെക്കുന്നതല്ലേ, അപ്പോൾ സ്റ്റോർ ചെയ്ത ഫിഷ് പറ്റില്ല. ഫ്രഷ് ആയിട്ട് തന്നെ വേണം. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റിനും. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ നന്ദിയുണ്ട് ഇവിടെ നമുക്ക് ഗ്രിൽഡും തവയൊക്കെ ഇങ്ങനെ ഫ്രഷായിട്ട് തന്നതിന്. ഫിഷ് മാത്രമല്ല, ഇവിടെ ചിക്കനും ഉണ്ട്, ബീഫ്, മട്ടൺ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഗ്രില്ലല്ല ഉദ്ദേശിച്ചത്, ഗ്രിൽഡ് കിട്ടുന്ന സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ബാക്കി എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും. അത് കറക്റ്റ് സ്ഥലം നമ്മുടെ പാലാരിവട്ടം പൈപ്പ് ലൈൻ സിഗ്നലിൽ നിന്ന് നേരെ എടപ്പള്ളിക്ക് പോകുന്ന റൂട്ടിൽ ഒരു 100 മീറ്റർ ആകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ പഴയ ആപ്പിൾ ടവർ ഉണ്ട്. ആപ്പിൾ ടവറിൻ്റെ താഴത്തായിട്ട് തന്നെ ഹാജീസ് കിച്ചൺ, നല്ല ഫുഡ് കോർട്ടാണ്. വന്നോളൂ, ഇങ്ങനെ നല്ല ഗ്രിൽഡും അല്ലെങ്കിൽ തവയും ഒരു ദം ബിരിയാണിയും എല്ലാം കഴിക്കാം. താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ കാണാം.